നിങ്ങൾക്ക് സങ്കടവും ഏകാന്തതയും വരുമ്പോൾ നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വികാരങ്ങൾക്കൊപ്പം കളിക്കാൻ ആളുകളെ അനുവദിക്കുന്നതിനേക്കാൾ സങ്കടമായിരിക്കുന്നതാണ് നല്ലത്. ലോകത്ത് ഒട്ടും അനുസരണയില്ലാത്ത രണ്ടു പേരാണുള്ളത്. ഒന്ന് ടെൻഷനും മറ്റൊന്ന് ഓർമ്മകളും. ഒന്നിനോട് വരല്ലേ എന്ന് പറഞ്ഞാൽ വരും, മറ്റൊന്നിനോട് പോവാൻ പറഞ്ഞാൽ പോവുകയുമില്ല. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തുക. കാരണം ഇത് നിങ്ങളുടെ സങ്കടം വർദ്ധിപ്പിക്കും. കഴിഞ്ഞുപോയ ചില കാര്യങ്ങളെ പോലും ചിന്തിച്ച് അന്നത് അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ എന്ന് ആശിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരിക്കലും നിങ്ങളുടെ സങ്കടത്തിന്റെ കാരണം മനസ്സിലാകില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് ചതിക്കാൻ അറിയാത്തത് കൊണ്ടാണോ ഞാൻ പലരുടെ മുമ്പിലും തോറ്റുപോകുന്നതെന്ന്. സങ്കടത്തിന് നിങ്ങളെ ഉള്ളിൽ നിന്ന് കൊല്ലാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ സങ്കടത്തിന്റെ കാരണം നിങ്ങൾ പങ്കിടേണ്ടതുണ്ട്. ഒരാളെ മുറിവേൽപ്പിക്കാതെ വേദനിപ്പിക്കാൻ പ്രിയപ്പെട്ടവരുടെ മൗനത്തിൽ കവിഞ്ഞ് അത്രമേൽ ശക്തമായ മറ്റൊരായുധം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പ്രണയത്തിലാകുന്നതിന് മുമ്പ് ചിന്തിക്കുക. കാരണം നിങ്ങളുടെ വേർപിരിയലിന് ശേഷം സങ്കടം നിങ്ങളെ ബാധിക്കും. ഓരോ വേദനകളും ഓരോ പാഠങ്ങളാണ്. കൊതിച്ചിരുന്നതൊന്നും വിധിച്ചിരുന്നതല്ല ഒരിക്കലും. ജീവിതത്തിന്റെ എല്ലാ മോശം സാധ്യതകളും നിങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊരിക്കലും സന്തുഷ്ടനാകാൻ കഴിയില്ല. സങ്കടം നൽകിയ കാലത്തെ മറക്കുക, പക്ഷെ അത് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിതം ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കാത്തതിനാൽ ഏറ്റവും സങ്കടകരമായ സമയങ്ങളിൽ സ്വയം തയ്യാറാകുക. കൈവിട്ടു പോകുമെന്ന പേടി കൊണ്ട് ഉള്ളിലൊളിപ്പിച്ച 100,000 നഷ്ടപ്രണയങ്ങളുടെ കഥ പറയാനുണ്ടാകും ഓരോ ക്ലാസ് മുറിക്കും. ചില ഒറ്റപ്പെടലുകൾ നല്ലതാണ്. ഒന്നുമില്ലെങ്കിലും നമ്മൾ മറന്നുവെച്ച ചില സ്വപ്നങ്ങൾ അത് ഓർമ്മിപ്പിക്കും. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും എല്ലായ്പ്പോഴും സന്തുഷ്ടരല്ല. ചിലർക്ക് അവരുടെ സങ്കടം സ്വയം ഉൾക്കൊള്ളാൻ അറിയാം. പെയ്യുന്ന മഴയും കൊടുക്കുന്ന സ്നേഹവും ഒരു പരിധി കഴിഞ്ഞാൽ മടുത്തു തുടങ്ങും. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രമേ മറ്റുള്ളവരോട് പറയാവൂ. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുവാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിനു മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസമില്ലെങ്കിൽ കുറഞ്ഞത് 2 തവണ തോൽക്കേണ്ടി വരും. മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക. ഉള്ളിലുള്ള വികാരങ്ങൾ മറച്ചുവെച്ച് മുഖമുടി അണിഞ്ഞു ജീവിക്കുന്നതിലും ഭേദം ഓരോരുത്തരും അവരവരായി തന്നെ ജീവിക്കുന്നതാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റക്കാകുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നുവരും. നേടിയതിന്റെയും നഷ്ടപ്പെടുത്തിയതിന്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടപ്പെടുത്തിയതിനു തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഇന്നലകളും ആ ഇന്നലകളിൽ നമുക്കുണ്ടായ ഓർമ്മകളും. പലപ്പോഴും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ആളുകൾക്ക് നമ്മുടെ അടുത്തുള്ളവരെക്കാൾ സന്തോഷം നൽകാൻ കഴിയും. നിങ്ങളുടെ ഒരു നിമിഷത്തെ ദേഷ്യം മണിക്കൂറുകൾ വരെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും. കൈവിട്ട് കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്. സ്നേഹിക്കാൻ നല്ലത് മിണ്ടാപ്രാണികളാണ്. ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല. പഠനങ്ങൾ പറയുന്നു, തങ്ങളോട് നിരന്തരം സംസാരിക്കുന്നവരെക്കാൾ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് തങ്ങളോട് മാന്യമായി പെരുമാറുന്നവരോടാണ്. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അത് ഒരിക്കലും അവരുടെ സാമർഥ്യമല്ല. അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല,
കാണാതിരിക്കുമ്പോൾ തിരക്കുന്ന സൗഹൃദങ്ങളില്ലേ, അവരായിരിക്കണം നമുക്കെന്നും പ്രിയപ്പെട്ടവർ.